ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം ഈശോയുടെ നാമത്തിൽ നേരുകയാണ്. നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനുള്ള ഒരു ജീവിതമാണ്. 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. എന്തുകൊണ്ട് സാധിക്കണമെന്ന് ചോദിച്ചാൽ, കർത്താവ് അതിനു വേണ്ടതായ എല്ലാ സാഹചര്യങ്ങളും നിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 8-ാം തിരുവചനം, ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു, അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് പറയുക. 3 സ്ഥലങ്ങളിൽ വീണ വിത്ത് പാഴായിപ്പോയി എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ചില വിത്തുകൾ നല്ല സ്ഥലത്ത് വീണു, അത് ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുക. ജീവിതത്തിൽ നീ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ പാഴായി പോകുന്ന പല ജീവിതങ്ങളെ കാണാം. അത് നിൻ്റെ ജീവിതത്തെ സ്പർശിക്കരുത്. പല വിത്തുകളും പാഴായിപ്പോയി എന്ന് കരുതി നിൻ്റെ ജീവിതമാകുന്ന വിത്തിൽ ഫലം ചൂടുവാനായിട്ട് നിനക്ക് സാധിക്കും. 3 സ്ഥലങ്ങളിൽ പാഴായിപ്പോയപ്പോഴും നല്ല സ്ഥലത്ത് 100 മേനി വിളവ് നൽകിയതായിട്ട് കർത്താവ് പറയുക. ചുറ്റുപാടുകൾ എങ്ങനെയുമാകട്ടെ, നിനക്ക് മുമ്പേ പോയവർ എങ്ങനെയുമാകട്ടെ, നീ ഫലം ചൂടണം. നിൻ്റെ കർത്താവിന് നിന്നെ ഓർത്ത് സന്തോഷിക്കാൻ ഇടവരണം. നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൽ നൽകപ്പെടുന്ന താലന്തുകൾക്കനുസരിച്ച് നിനക്ക് വേണ്ടി നല്ല ഫലം ചൂടുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ആരൊക്കെ ചുറ്റുപാടുകളിൽ പാഴായിപ്പോയാലും നിനക്ക് വേണ്ടി ജീവിതത്തെ ഒരു വിജയമാക്കി തീർക്കുവാൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ നന്മകൾ കൊണ്ടും നിറയപ്പെടാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ